ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഓൾ ആർ വെൽക്കം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു മിനിറ്റ്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിനെ പറ്റിയാണ്. അപ്പോൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ആക്ച്വലി അതിൽ ഓരോ ഇവന്റ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടൈം ലൈൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കഥ പോലെ ഓർത്തിരിക്കുക, പ്ലസ് ഇതിന്റെ കൂടെ ജസ്റ്റ് നോട്ട് എഴുതി പോവുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് ഭയങ്കര ഓർഡറിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഇതിന്റെ ടൈം ലൈൻ തന്നെ പറയുന്നത്. അപ്പൊ ആദ്യം കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങളും കുറെ ഡൈനാസ്റ്റീസ് കുറെ കിങ് അവരുടെ പേരൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ബൈഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല, നോട്ട് എഴുതി പോവുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ക്ലിയർ ആവും. അപ്പൊ ഓർഡർ ജസ്റ്റ് ക്ലിയർ ആക്കാൻ മാത്രം നോക്കിയാൽ മതി. പലതും തലയുടെ മേലെക്കൂടെ ഒക്കെ പോകുന്ന പോലെ തോന്നും. അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. കുറച്ച് നാളിങ്ങനെ ഒരാഴ്ച ഒന്ന് കറക്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ആ ഒരു ഓർഡർ കിട്ടും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല നിങ്ങളുടെ ഈ ഒരു ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നല്ല സ്ട്രോങ് ആണ്. സോ ഈ ടൈം ലൈനിൽ ഞാൻ പറയുന്ന പോയിന്റ് നന്നായിട്ട് നോട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ നോട്ട് എഴുതി വെക്കാം. അത് ഇംഗ്ലീഷിൽ വേണ്ടി തന്നെ വേണമെന്നില്ല, മലയാളത്തിൽ. സോ ദാറ്റ് ലേറ്റർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കഥ മനസ്സിലാവാനായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് നോട്ട് എഴുതി വെക്കാം. അതിന്റെ കൂടെ പിന്നീട് നിങ്ങൾ ഞങ്ങളുടെ ഈ PDF കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ അതാണ് നോട്ട് മേക്കിങ്ങിന്റെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി നടന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ നടന്ന കാര്യങ്ങളുടെ ബേസിൽ നടന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് എന്തെങ്കിലും സാധനം കിട്ടിയാലേ നമുക്ക് ഓൾറെഡി നടന്ന കാര്യങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിന്റെ ബേസിൽ ഹിസ്റ്ററിന്റെ സോഴ്സസിനെ രണ്ടായിട്ട് തരംതിരിക്കാം: ലിറ്റററി സോഴ്സസിനും നോൺ ലിറ്റററി സോഴ്സസിനും. ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെട്ട സോഴ്സസ്, എക്സാമ്പിൾ ആണ് വേദാസ്, ഉപനിഷത്ത്. നോൺ ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാത്തത്, എക്സാമ്പിൾ ആണ് സ്റ്റോൺ ടൂൾസ്, കോയിൻസ്, പോട്ടറി ഒക്കെ. ഓക്കെ. ഇനി ഈ കിട്ടിയിരിക്കുന്ന സോഴ്സസിന്റെ ബേസിൽ നമുക്ക് ഇതുവരെയുള്ള ഹിസ്റ്ററിനെ മൂന്നായിട്ട് തരംതിരിക്കാം: പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ ലിറ്റററി സോഴ്സസ് ഒന്നും അവൈലബിൾ അല്ല. അവൈലബിൾ ആയിരുന്നത് നോൺ ലിറ്റററി സോഴ്സസ് ആയിരുന്നു. ആ ഒരു പ്രീ ഹിസ്റ്ററിക്ക് എക്സാമ്പിൾ ആണ് സ്റ്റോൺ ഏജ്. അടുത്തതാണ് പ്രോട്ടോ ഹിസ്റ്ററി. അവിടെ ലിറ്റററി സോഴ്സസ് അവൈലബിൾ ആയിരുന്നു, പക്ഷെ നമുക്കത് ഡെസിഫർ ചെയ്യാൻ പറ്റിയില്ല. എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അടുത്തത് ഹിസ്റ്ററി. ലിറ്റററി സോഴ്സസ് അവൈലബിൾ ആണ്, അത് നമ്മൾക്ക് ഡെസിഫർ ചെയ്ത് നമ്മൾ അതിൽ നിന്നാണ് ആ കാലഘട്ടത്തെ പറ്റി വ്യക്തമായിട്ട് പഠിച്ചത്. അതിന് എക്സാമ്പിൾ ആണ് വേദിക് ഏജ് തൊട്ട് ഇന്നലെ വരെ നടന്ന കാര്യങ്ങളെ ഹിസ്റ്ററി എന്ന കാറ്റഗറി പെടുത്തും. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്, അപ്പം ഞാൻ പറഞ്ഞു അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിന്റെ ബേസിൽ നമ്മൾക്ക് ഹിസ്റ്ററിനെ മൂന്നായിട്ട്, ആ ടൈം പീരീഡിനെ മൂന്നായിട്ട് തിരിക്കാം: പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററിയിൽ സോഴ്സസ്, ലിറ്റററി സോഴ്സസേ അവൈലബിൾ ആയിരുന്നില്ല, എക്സാമ്പിൾ ആണ് സ്റ്റോൺ ഏജ്. പ്രോട്ടോ ഹിസ്റ്ററിയിൽ ലിറ്റററി സോഴ്സസ് അവൈലബിൾ ആയിരുന്നു, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല, എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. മൂന്നാമത് ഹിസ്റ്ററി, അവിടെ സോഴ്സസ് അവൈലബിൾ ആണ്, ലിറ്റററി സോഴ്സസ് അവൈലബിൾ ആയിരുന്നു, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി, എക്സാമ്പിൾ ആണ് വേദിക് ഏജ്. ഇനി പ്രീ ഹിസ്റ്ററിനെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടിയത് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു മെയിൻ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോൺ ലിറ്റററി സോഴ്സ്. അപ്പോൾ ആ സ്റ്റോൺ ടൂൾസിന്റെ ബേസിൽ പ്രീ ഹിസ്റ്ററിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: പാലിയോലിത്തിക് ഫേസ്, മീസോലിത്തിക് ഫേസ്, നിയോലിത്തിക് ഫേസ്. പാലിയോലിത്തിക് ഫേസിനെ വീണ്ടും അവരുടെ സ്റ്റോൺ ടൂൾസിന്റെ ഷേപ്പിന്റെയും ക്ലൈമറ്റ് കണ്ടീഷന്റെയും ബേസിൽ ലോവർ പാലിയോലിത്തിക്,
മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക് എന്ന് കൂടെ തിരിക്കാം. അപ്പൊ ലോവർ പാലിയോലിത്തിക്കിന്റെ പ്രത്യേകത അവിടെ ലാർജ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഐസേജ് ആയിരുന്നു ക്ലൈമാറ്റിക് കണ്ടീഷൻ, വളരെ തണുപ്പുള്ള ഒരു കാലഘട്ടം. അതായത് പാലിയോലിത്തിക്കിന്റെ സബ് ഡിവിഷൻ ആണ് ലോവർ പാലിയോലിത്തിക്. അതായത് ലാർജ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഐസേജ് ക്ലൈമറ്റ് ആയിരുന്നു. അടുത്തത് മിഡിൽ പാലിയോലിത്തിക്, അവിടെ റെക്ടാങ്കുലർ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലൈമറ്റ് കുറച്ചുകൂടെ വാമറായി. അടുത്തത് അപ്പർ പാലിയോലിത്തിക്, അവിടെ ട്രയാങ്കുലർ ഷേപ്ഡ് സ്റ്റോൺ ടൂൾസ്, മച്ച് മോർ വാമർ ക്ലൈമറ്റ് ദാൻ മിഡിൽ പാലിയോലിത്തിക്. പ്രീ ഹിസ്റ്ററിന് പാലിയോലിത്തിക് ഫേസ്, ആ പാലിയോലിത്തിക് ഫേസിന്റെ സബ് ഡിവിഷൻ ആണ് ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക്. പാലിയോലിത്തിക് കഴിഞ്ഞു. അടുത്തത് മീസോലിത്തിക് ഫേസ് ആണ്. മീസോലിത്തിക് ഫേസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അവിടെ മൈക്രോലിക് ചെറിയ ചെറിയ കല്ല് ഉപയോഗിച്ചാണ് അവർ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത ഫേസ് ആണ് നിയോലിത്തിക് ഫേസ്. അവിടുത്തെ പ്രത്യേകത ഈ സ്റ്റോൺ ടൂൾസ് തന്നെ കുറച്ചുകൂടെ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആയി. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസിന്റെ ബേസിൽ പ്രീ ഹിസ്റ്ററിനെ മൂന്നായിട്ട് തരംതിരിക്കാം. പാലിയോലിത്തിക് ഫേസ്, മീസോലിത്തിക് ഫേസ്, നിയോലിത്തിക് ഫേസ്. പാലിയോലിത്തിക് ഫേസ്, രണ്ടാമത്തെ മീസോലിത്തിക് ഫേസിൽ മൈക്രോലിത്ത് കല്ലുകളാണ് ഉപയോഗിച്ച് ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിയോലിത്തിക് ഫേസ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ വെപ്പൺസ് കുറച്ചുകൂടെ പോളിഷ്ഡ് ആക്കി. ഇതാണ് പ്രീ ഹിസ്റ്ററി. അടുത്തത് പ്രോട്ടോ ഹിസ്റ്ററി. അവിടെ വരുമ്പോൾ എന്ത് പറ്റി, അവിടെ സ്റ്റോൺ ടൂൾസിന്റെ പകരം അവർ മെറ്റാലിക് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചു തുടങ്ങി. അതിന് എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അവിടെ ബ്രോൺസ് ടൂൾസ് ആണ് കുറച്ചുകൂടെ ഉപയോഗിച്ചത്. പിന്നെ ഉള്ളത് ചാൽക്കോലിത്തിക് കൾച്ചർ. ചാൽക്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കോപ്പർ. അപ്പോൾ കോപ്പർ ബേസ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ചാൽക്കോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് കൾച്ചറിൽ ഇവർ ഉപയോഗിച്ചത്. അപ്പൊ അതാണ് പ്രോട്ടോ ഹിസ്റ്ററി. അവിടെ ലിറ്റററി സോഴ്സസ് അവൈലബിൾ ആയിരുന്നു, പക്ഷെ നമ്മളത് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, പിന്നെ ചാൽക്കോലിത്തിക് കൾച്ചർ ആണ് അടുത്ത വരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനും ചാൽക്കോലിത്തിക് കൾച്ചറും ശേഷം അടുത്ത ടൈം പീരീഡ് ആണ് വേദിക് ഏജ്. അതായത് അത് ഹിസ്റ്ററി വരുന്നത്, കാരണം അവിടെ നമുക്ക് ലിറ്റററി ആയിട്ടുള്ള സോഴ്സസ് അവൈലബിൾ ആയി, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുന്നത്. അപ്പം വേദിക് ഏജ് ആണ് അടുത്ത വരുന്ന. വേദിക് ഏജിന്റെ പ്രത്യേകത അവിടെ ആര്യൻസ്, അതായത് അതുവരെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു സമയം തൊട്ട് ആര് വരാൻ തുടങ്ങി, ആ ഒരു സമയം തൊട്ട് ഇന്ത്യയിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു. ആര്യൻ ഇൻവേഷൻ ആണ് ഈ വേദിക് ഏജിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ. ആര്യൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നൊരു ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ വേദിക് ഏജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഏർലി വേദിക് ഏജും ലേറ്റർ വേദിക് ഏജും. ഏർലി വേദിക് ഏജ് എന്ന് പറയാൻ കാരണം അവിടെയാണ് ഫസ്റ്റ് വേദമായിട്ടുള്ള ഋഗ്വേദ എഴുതപ്പെട്ടത്. ഇതിന്റെ ടൈം പീരീഡ് ജസ്റ്റ് ഒന്ന് പറയുകയാണ് 1500 BC to 1000 BC വരെ ഏർലി വേദിക് ഏജ്, ഫസ്റ്റ് വേദമായിട്ടുള്ള ഋഗ്വേദ എഴുതപ്പെട്ട സമയം. രണ്ടാമത്തെ ലേറ്റർ വേദിക് ഏജ്, അവിടെയാണ് ബാക്കി 3 വേദങ്ങൾ യജുർവേദ, സാമവേദ, അഥർവവേദ ഒക്കെ എഴുതിയ കാലഘട്ടമായിരുന്നു ലേറ്റർ വേദിക് ഫേസ്. അത് 1000 BC തൊട്ട് 600 BC വരെ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ചാൽക്കോലിത്തിക് കൾച്ചർ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പീരീഡ് ആണ് വേദിക് ഏജ്. അവിടുത്തെ ഇമ്പോർട്ടന്റ് ഫീച്ചർ, അവിടെ ആര്യൻസ് വന്നു. ഈ ഫുൾ വേദിക് ഏജിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഏർലി വേദിക് ഏജും ലേറ്റർ വേദിക് ഏജും. ഏർലി വേദിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് വേദമായ ഋഗ്വേദ എഴുതപ്പെട്ടു, ബാക്കി 3 വേദങ്ങൾ എഴുത പീരീഡിനാണ് ലേറ്റർ വേദിക് ഏജ് എന്ന് പറയുന്നത്. അടുത്തത് 6th സെഞ്ചുറി BC ഇനി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജൈനിസം ഡെവലപ്പായി. ഇനി 6th സെഞ്ചുറി BC എന്ന് പറയുന്നത് അതായത് 6th സെഞ്ചുറി BC അഥവാ 600 BC വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അവിടെ 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഫസ്റ്റ് ബുദ്ധിസം ഡെവലപ്പ് ചെയ്തു, രണ്ടാമത് ജൈനിസം ഡെവലപ്പ് ചെയ്തു, അടുത്തത് 16 മഹാജനപദാസ് എസ്റ്റാബ്ലിഷ് ആവാണ്. ഇതാണ് 16 മഹാജനപദാസ്. കോസല, മല്ല, വജ്ജി, കാശി, മഗധ, അങ്ക, വത്സ. ഇതിപ്പോ പഠിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയും. ഇത് ജസ്റ്റ് കാണിച്ചത്. അപ്പൊ 16 ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ വേദിക് ഏജ് കഴിഞ്ഞതിന് ശേഷം അവർ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് രാജാവൊക്കെ ഉള്ള നാട്ടുരാജ്യങ്ങളായിട്ട് ഡെവലപ്പ് ആവുകയാണ് 6th സെഞ്ചുറി BC. അതിനെ വിളിക്കുന്ന പേരാണ് മഹാജനപദാസ്. അപ്പോൾ 6th സെഞ്ചുറിയിൽ ബുദ്ധിസം ഡെവലപ്പായി, ജൈനിസം ഡെവലപ്പായി, മഹാജനപദാസ് ഡെവലപ്പായി. 16 മഹാജനപദാസ് ഉണ്ട്. പിന്നീട് ഈ 16 മഹാജനപദാസ് മഗധ എന്ന് പറയുന്ന ഈ കാണുന്ന ഭാഗം വളരെ പ്രൊമിനന്റ് ആയിട്ട് ഡെവലപ്പ് ആവുകയാണ്. അപ്പം പിന്നീട് മഹാജനപദാസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് മഗധ ഉയർന്നു വന്നു. ഈ മഗധ ഭരിച്ചുകൊണ്ടിരുന്ന കുറച്ച് രാജവംശങ്ങളും അവരുടെ റൂളേഴ്സും ആണ് അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വന്നത് ഹരിയങ്ക ഡൈനാസ്റ്റി ആണ്. റൂളേഴ്സ് ആണ് ബിംബിസാരയും അജാതശത്രു. അതിനുശേഷം ഹരിയങ്ക ഡൈനാസ്റ്റിക്ക് ശേഷം വന്നാണ് ശിശുനാഗ ഡൈനാസ്റ്റി. കാകശോകയാണ് ഇമ്പോർട്ടന്റ് റൂളർ. തുടർന്ന് നന്ദ ഡൈനാസ്റ്റി, മഹാപത്മനന്ദ, ധനനന്ദയാണ് ഇമ്പോർട്ടന്റ് റൂളേഴ്സ്.
പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗര്യൻ എംപയർ വരുവാണ് മഗധ ഭരിക്കാനായിട്ട്. അവിടുത്തെ ഇമ്പോർട്ടന്റ് റൂളേഴ്സ് ആണ് ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. അപ്പോൾ 16 മഹാജനപദാസിൽ മഗധ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മഹാജനപദയായിട്ട് ഡെവലപ്പായി. അവിടെ വന്ന ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റീസ് ആണ് ഹര്യങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, മഗധ മൗര്യ എംപയർ. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഹര്യങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, മൗര്യൻ എംപയർ. ഓക്കെ, മൗര്യൻ എംപയർ എന്ന് വിളിക്കാൻ തന്നെ അതിനകത്ത് വലിയൊരു സാമ്രാജ്യമായിട്ട് മാറുക. കാരണം ഇന്ത്യയുടെ ഈ കേരളം, തമിഴ്നാട് ഒഴിച്ച് ബാക്കി ഇത്രയും ഭാഗം ആരും പിന്നീട് ഭരിക്കുകയാണ്, മൗര്യൻസ് മാത്രം ഇരുന്ന് ഭരിക്കുകയാണ്. അതുകൊണ്ട് മൗര്യൻ എംപയർ എന്ന് അവർ വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് റൂളേഴ്സ് ആണ് ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. അശോകനെ പറ്റി കേൾക്കാത്തവർ ഉണ്ടാവില്ല ഈ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ മൗര്യൻസ് അത്രയും സ്ട്രോങ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നിരുന്നു. അത്രയും സ്ട്രോങ് ആയി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് വലിയ ഒരു എന്താ പറ്റാ ബലം ക്ഷയിക്കുമല്ലോ. അങ്ങനെ ഈ മൗര്യൻ എംപയറിന്റെ ശക്തി ചോരാൻ തുടങ്ങി. അശോകയ്ക്കൊക്കെ ശേഷം വളരെ വീക്ക് ആയിട്ടുള്ള റൂളേഴ്സ് ഈ മൗര്യൻ എംപയറിൽ ഉണ്ടായി. അപ്പോൾ ലാസ്റ്റ് റൂളറാണ് ദശരഥ. ഈ ദശരഥയ്ക്ക് ശേഷം ദ ഹോൾ ഇന്ത്യനെ രണ്ടായിട്ട് തിരിച്ച് നമുക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയാം. ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൗര്യൻസിന്റെ ദശരഥ ഒക്കെ പോയതിനു ശേഷം, ദശരഥയുടെ ആ ഒരു സ്റ്റേജ് എത്തിയ ശേഷം ദശരഥ വീക്കായെന്ന് മനസ്സിലായി. അപ്പൊ ഇവരുടെ തന്നെ ആശ്രിതന്മാരായിട്ട്, വാസൽസ് എന്ന് വിളിക്കുക, ആശ്രിതന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാര് അവരെ തോപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ കയറുകയാണ്. ഫസ്റ്റ് വന്ന ആൾക്കാരാണ് ശുങ്കാസ്. ഈസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബംഗാൾ, ബീഹാർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ മൗര്യൻ എംപയറിനെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ തോപ്പിച്ചുകൊണ്ട് ശുങ്കാസ് ആദ്യം ഭരണത്തിൽ വന്നു. പിന്നീട് ശുങ്കാസിനെ തോപ്പിച്ചുകൊണ്ട് കാൻവാസ് വന്നു. ഇതേ സമയം കർണാടക റീജിയൻ അല്ലെങ്കിൽ കർണാടകയല്ല, ഡെക്കാൻ റീജിയൻ, ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മുടെ ശതവാഹനസ്. അതായത് മൗര്യാസിനെ തോപ്പിച്ചുകൊണ്ട് ഡെക്കാൻ റീജിയൻ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ശതവാഹനസ്. അപ്പം ഈസ്റ്റേൺ സൈഡിൽ മൗര്യൻസ് വീക്ക് ആയതിനു ശേഷം ഈസ്റ്റേൺ സൈഡിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള റൂളേഴ്സ് വന്നു. അവർക്ക് എക്സാമ്പിൾ ആണ് ശുങ്ക, കാൻവ. പിന്നെ ഡെക്കാൻ റീജിയനിൽ ശതവാഹന. നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. ചുങ്കക്കാരൻ കാണാത്തവന്റെ വാഹനം കട്ടുകൊണ്ടുപോയി. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ശുങ്ക, കണ്ണുവയ്യാത്തവൻ എന്നുള്ളതാണ് കാൻവ, വാഹനമാണ് ശതവാഹനം. ഈ ഒരു കോഡ് വെച്ച് നമുക്ക് പേര് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ചുങ്കക്കാരൻ കണ്ണുവയ്യാത്തവന്റെ വാഹനം കട്ടുകൊണ്ടുപോയതാണ് ശുങ്ക, കാൻവ, ശതവാഹനം. ഓക്കെ, അതാണ് ഈസ്റ്റേൺ സൈഡിൽ നടന്ന കാര്യം. വെസ്റ്റേൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, പാകിസ്ഥാനൊക്കെ ഉള്ള ഒരു ഏരിയ. അവിടേക്ക് എന്ത് പറ്റി? അവിടെ നിന്ന് ഫോറിൻ റൂളേഴ്സ് വന്ന് ഭരിക്കാൻ തുടങ്ങി. ഫോറിൻ റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഗ്രീസിൽ നിന്നുള്ള റൂളേഴ്സ് അവിടേക്ക് വന്ന് ഭരിക്കാൻ തുടങ്ങി. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇൻഡോ ഗ്രീക്ക്, ശാക, പാർത്തിയൻസ്, പിന്നെ കുശനാസ്. എന്നോട് പറയുകയാണെങ്കിൽ ഇൻഡോ ഗ്രീക്ക്, ശാഗാസ്, പാർത്തിയൻസ്, കുശനാസ്. ഓക്കെ അല്ലേ? അപ്പൊ വെസ്റ്റേൺ ഭാഗത്ത് പുറത്തുനിന്നുള്ള ഫോറിൻ ഇൻവേഷൻ ആണ് നടക്കുന്നത്. എക്സാമ്പിൾ ആണ് ഇൻഡോ ഗ്രീക്ക്, ശാഗാസ്, പാർത്തിയൻസ്, കുശനാസ്. അതിനൊരു കോഡാണ് ഇൻഡോ ഗ്രീക്ക് ശാഖയിൽ പ്രാർത്ഥിക്കാൻ വന്ന കുശനാസ്. ഇൻഡോ ഗ്രീക്ക് ശാഖയിൽ ശാഗാസ്, പ്രാർത്ഥിക്കാൻ വന്ന പാർത്തിയൻസ്, കുശനാസ്. ഓക്കെ, ഇൻഡോ ഗ്രീക്ക്, ശാഗാസ്, പാർത്തിയൻസ്, കുശനാസ്. ക്ലിയർ ആയോ? അപ്പം മൗര്യൻ എന്ന് പറയുന്ന വലിയൊരു എംപയർ അവിടെ തകരാണ്. ഈസ്റ്റേൺ സൈഡിൽ അവരുടെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള ശാഗാസ്, ശുങ്കാസ്, കൻവാസ്, ഡെക്കാൻ റീജിയനിൽ ശതവാഹന, വെസ്റ്റേൺ ഭാഗത്തേക്ക് ഇൻഡോ ഗ്രീക്ക്, ശാഗാസ്, പാർത്തിയൻസ്, കുശനാസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേ സമയം സൗത്ത് ഇന്ത്യയിൽ ഒരു 3rd സെഞ്ചുറി BC തൊട്ട് 3rd സെഞ്ചുറി AD വരെയുള്ള ടൈം പീരീഡിനെ നമുക്ക് സംഘം ഏജ് എന്ന് വിളിക്കാം. അവിടെയുള്ള ഇമ്പോർട്ടന്റ് കിങ്ഡംസ് ആയിരുന്നു ചേരാസ്. അത് ഇപ്പോഴത്തെ കേരളം ഉൾപ്പെടുന്ന റീജിയൻ അന്ന് കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാരാണ് ചേരാസ്. പിന്നെ സദേൺ തമിഴ്നാട് കൺട്രോൾ ചെയ്ത ആൾക്കാരാണ് പാണ്ഡ്യാസ്. പിന്നെ ആന്ധ്ര, തമിഴ്നാട് ആ ഒരു ബോർഡർ ഏരിയയും ആന്ധ്രയുടെ കുറെ ഭാഗങ്ങളും തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളും കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാരാണ് ചോളാസ്. പൊന്നിയൻ സെൽവനിൽ കാണിക്കുന്ന ചോളാസ് അല്ല, അത് പിന്നീട് വരുന്ന ആൾക്കാരാണ്, അത് ഇമ്പീരിയൽ ചോളാസ്. അപ്പൊ ഇത് സംഘം ഏജ്, അതായത് 3rd സെഞ്ചുറി BC ടു 3rd സെഞ്ചുറി AD വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യനെ വിളിക്കുന്ന പേരാണ് സംഘം ഏജ്. ആ സമയത്ത് സൗത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന 3 പ്രൊമിനന്റ് കിങ്ഡംസ് ആയിരുന്നു ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വീണ്ടും നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോവാം. മൗര്യൻസ് വീക്ക് ആയി കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ചെറിയ ചെറിയ റൂളേഴ്സ് വന്ന് നോർത്ത് ഇന്ത്യ മൊത്തം ഭരിച്ചു. ഇനി അവരെ തോപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു
അടുത്ത രാജവംശം കയറുകയാണ്. അവരാണ് ഗുപ്ത എംപയർ. അവരും മൗര്യൻസിനെ പോലെ തന്നെയായിരുന്നു. കുറെ ഇന്ത്യയുടെ ഭാഗം കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഏരിയ വൈസ് നോക്കിക്കഴിഞ്ഞാൽ മൗര്യൻസിന്റെ അത്രയും എക്സ്റ്റെന്റിൽ അവര് ഇന്ത്യനെ കൺട്രോൾ ചെയ്തിരുന്നില്ല. പക്ഷെ അവർ ഗുപ്ത എന്ന് പറയുന്ന ഒരൊറ്റ എംപയർ ആയിരുന്നു ഇന്ത്യയുടെ ഇത്രയും ഭാഗം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റൂളേഴ്സ് ആണ് ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത. ഒന്നുകൂടെ പറയാം. ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത. ഓക്കെ, അതാണ് ഗുപ്ത എംപയർ. അതായത് മൗര്യൻ പോസ്റ്റ് മൗര്യൻ ഏജ് കഴിഞ്ഞിട്ട് അവരെ ആ ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ തോപ്പിച്ചുകൊണ്ട് പിന്നീട് അധികാരത്തിൽ വന്ന ആൾക്കാരാണ് ഗുപ്ത എംപയർ. ഇനി പഴയ പോലെ തന്നെ ഗുപ്ത എംപയറും എന്തായി, വീക്ക് ആവാൻ തുടങ്ങി. വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയും തോപ്പിച്ചുകൊണ്ട് ഭരിക്കാൻ അവിടെ അടുത്ത ആൾക്കാർ റെഡിയാണല്ലോ. ഇവിടെയും സംഭവിച്ചു അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ ഇനി പറയാൻ പോകുന്ന പോസ്റ്റ് ഗുപ്ത പീരീഡ് ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെയും കുറെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ലൈക്ക് പുഷ്യപൂരീസ്, മൗകാരീസ്, മൈത്രകാസ്, ലേറ്റ് ഗുപ്ത, ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ രാജ്യങ്ങൾ ഗുപ്താസിനെ പൊട്ടിച്ചുകൊണ്ട് അവിടെ ഡെവലപ്പായി. ഏത് സെൻട്രൽ ഇന്ത്യയുടെയും അതായത് നോർത്ത് ഇന്ത്യ ഭാഗത്ത് ഇവര് ഡെവലപ്പായി. എന്നിട്ട് ഈ ചെറിയ ചെറിയ ആൾക്കാരിൽ നിന്ന് ഈ പറയുന്ന പുഷ്യപൂതി ഈ സെൻട്രൽ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് കുറെ ഭാഗം, കുറച്ച് സെൻട്രൽ ഇന്ത്യയുടെ ഭാഗം കേട്ടോ, സെൻട്രൽ ഇന്ത്യയുടെ മാത്രം കുറച്ച് ഭാഗത്തേക്ക് പുഷ്യപൂതി ഈ ഇത്രയും മൈത്രകാസ്, മൗകാരി, ലേറ്റ് ഗുപ്ത, പുഷ്യപൂതി, ഈ നാല് ലൈക്ക് മെയിൻ ആയിട്ട് ഈ 4 പേരിൽ നിന്ന് പുഷ്യപൂതി വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ആവുകയാണ്. അങ്ങനെ സെൻട്രൽ ഇന്ത്യ ഗുപ്തയ്ക്ക് ശേഷം സെൻട്രൽ ഇന്ത്യയിൽ വന്ന ഒരു പ്രൊമിനന്റ് ഡൈനാസ്റ്റിയാണ് പുഷ്യപൂതി ഡൈനാസ്റ്റി. അവിടുത്തെ ഇമ്പോർട്ടന്റ് റൂളാണ് ഹർഷവർദ്ധൻ. ഓക്കെ, അങ്ങനെ ഗുപ്ത പീരീഡിന് ശേഷം സെൻട്രൽ ഇന്ത്യയിൽ സ്ട്രോങ്ങസ്റ്റ് പവർ ആയിട്ട് പുഷ്യപൂതി വരികയാണ്, സെൻട്രൽ ഇന്ത്യയിൽ മാത്രം കേട്ടോ. ഇനി അടുത്തത് ഇതേ സമയം ബംഗാൾ റീജിയനിലേക്ക് വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ് ആര്, പാല ഡൈനാസ്റ്റി. ഓക്കെ, അതുപോലെ ഗുജറാത്ത് റീജിയനിൽ ഗുർജാര പ്രതിഹാരാസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഗുജറാത്ത് റീജിയനിൽ സ്ട്രോങ് ആയി. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ചേരാസ് ഉണ്ട്, പാണ്ഡ്യാസ് ഉണ്ട്, പിന്നെ പല്ലവാസ് ഭയങ്കര സ്ട്രോങ് ആയി. പിന്നീട് ഈ പല്ലവാസിനെ തോപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പൊന്നിയൻ സെൽവനിലൊക്കെ നമ്മൾ കണ്ട ഇംപീരിയൽ ചോളാസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് അവരുടെ പവർ സൗത്ത് ഇന്ത്യയിൽ. അതേസമയം ആ ഒരു കാലയളവിൽ തന്നെ കർണാടക റീജിയനിൽ ആദ്യം ചാലൂക്യാസ് എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നീട് ഈ ചാലൂക്യാസിനെ തോപ്പിച്ചുകൊണ്ട് ആര് വന്നു, രാഷ്ട്രകൂടാസ് വന്നു. ഓക്കെ, ഇതാണ് ലേറ്റ് ഗുപ്ത പീരീഡ്. അപ്പൊ ലേറ്റ് ഗുപ്ത പീരീഡിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗുപ്ത പീരീഡിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുപ്താസിനെ തോപ്പിച്ചുകൊണ്ട് മൗകാരീസ്, മൈത്രകാസ്, ലേറ്റ് ഗുപ്ത, പുഷ്യപൂതി എന്ന് പറഞ്ഞ ചെറിയ ചെറിയ രാജ്യങ്ങൾ നോർത്ത് ഇന്ത്യയിലെ സെൻട്രൽ ആ ഒരു UP, ബീഹാർ ആ ഭാഗത്തൊക്കെ വന്നു. അതിൽ തന്നെ പുഷ്യപൂതീസ് എന്ന് പറയുന്ന സെൻട്രൽ ഇന്ത്യയിലെ സ്ട്രോങ്ങസ്റ്റ് പവർ ആയിട്ട് പിന്നീട് ഡെവലപ്പായി. ഇമ്പോർട്ടന്റ് റൂളറാണ് ഹർഷവർദ്ധൻ. മെയിൻ വൈ ബംഗാളിൽ ആര് വന്നു, പാല ഡൈനാസ്റ്റി വന്നു. ഗുജറാത്തിൽ ആര് വന്നു, ഗുർജാര പ്രതിഹാരാസ്. സൗത്ത് ഇന്ത്യയിൽ ചേരാസ് ഉണ്ടായിരുന്നു, പാണ്ഡ്യാസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പല്ലവാസ്. അവരെ തോപ്പിച്ചുകൊണ്ട് പിന്നീട് ഇംപീരിയൽ ചോളാസ് കയറിപ്പോന്നു. ഈ കർണാടക റീജിയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ചാലൂക്യ ഡൈനാസ്റ്റി ആയിരുന്നു, പിന്നീട് അവരെ പൊട്ടിച്ചുകൊണ്ട് രാഷ്ട്രകൂടാസ് വന്നു. അതാണ് പോസ്റ്റ് ഗുപ്തയിലുള്ള ഒരു സിനാരിയോ. ഇനി അടുത്തത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ഹർഷവർദ്ധന വീക്കായി. അങ്ങനെ ഹർഷവർദ്ധനം കൈവച്ചുകൊണ്ടിരുന്ന ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ഈ കനൗജ് എന്ന് പറയുന്നത്. ഈ കനൗജ് കിട്ടാൻ വേണ്ടിയിട്ട് 3 പേര് നല്ലൊരു അടി ഉണ്ടാക്കി. ആ അടിയുടെ പേരാണ് ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന്. ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. അതിനുവേണ്ടി അടിയുണ്ടാക്കിയ 3 ആൾക്കാരാണ് ഗുജറാത്ത് റീജിയനിൽ നിന്നുള്ള ഗുർജാര പ്രതിഹാരാസ്, ഡെക്കാൻ അല്ലെങ്കിൽ കർണാടക റീജിയനിൽ നിന്നുള്ള രാഷ്ട്രകൂദാസ്, ഇവിടെ ബംഗാൾ റീജിയനിൽ നിന്നുള്ള പാലാസ്. ഇവര് 3 പേരും ഒന്നുകൂടെ ഈ മാപ്പിലേക്ക് നോക്കി കുറച്ചുകൂടെ കാര്യം ക്ലാരിറ്റി കിട്ടും. അതായത് കനൗജ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്തിന് വേണ്ടി ഗുർജാര പ്രതിഹാരാസും ഈ രാഷ്ട്രകൂദാസും പാലാസും ഒരു വൻ അടി നടത്തി. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. ഏകദേശം ഇതോടുകൂടി മെഡീവൽ ഇന്ത്യ ഇവിടെ സ്റ്റാർട്ട് ആവാണ്, ഏൻഷ്യൻ ഇന്ത്യ തീർന്നു. അപ്പൊ ഇതാണ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈൻ. ഞാൻ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് പറയാം. സോഴ്സസിന് ഇതുവരെ കിട്ടിയിരിക്കുന്ന സോഴ്സസിന് ലിറ്റററി സോഴ്സിനും നോൺ ലിറ്റററി സോഴ്സിനും നമുക്ക് തരംതിരിച്ച് പറയാൻ പറ്റും. ലിറ്റററി സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ആണ് പുരാണാസ്, വേദാസ്, ഉപനിഷത്ത് ഒക്കെ.
നോൺ ലിറ്റററി സോഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്തത്. അതിന് എക്സാമ്പിളാണ് പോട്ടറി, കോയിൻസ്, വെപ്പൺസ് ഒക്കെ. ഓക്കെ, അങ്ങനെ ഇതുവരെ കിട്ടിയിരിക്കുന്ന എല്ലാ സോഴ്സിന്റെയും ബേസിൽ ഹിസ്റ്ററിന് പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി എന്ന് തിരിക്കാം. പ്രീ ഹിസ്റ്ററിയിൽ എന്താണ്? പ്രീ ഹിസ്റ്ററിയിൽ ലിറ്റററി സോഴ്സസ് ഒന്നും അവൈലബിൾ അല്ല. എക്സാമ്പിൾ ആണ് സ്റ്റോൺ ഏജ്. ആ സ്റ്റോൺ ഏജിന്റെ കിട്ടിയിരിക്കുന്ന സ്റ്റോൺ ടൂൾസിന്റെ ബേസിൽ നമുക്ക് എങ്ങനെ തിരിക്കാൻ പറ്റും? ഒന്നുകൂടെ പറയാം കേട്ടോ. അതായത് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിന്റെ ബേസിൽ നമുക്ക് പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി എന്ന് തരംതിരിക്കാം. പ്രീ ഹിസ്റ്ററിയിൽ യാതൊരുവിധ ലിറ്റററി സോഴ്സസും അവൈലബിൾ ആയിരുന്നില്ല. പ്രോട്ടോ ഹിസ്റ്ററിയിൽ ലിറ്റററി സോഴ്സസ് അവൈലബിൾ ആയിരുന്നു, പക്ഷെ നമുക്കത് ഡെസിഫർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെയുള്ളത് ഹിസ്റ്ററി. അവിടെ ലിറ്റററി സോഴ്സ് അവൈലബിൾ ആണ്, നമുക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റും. ഈ പ്രീ ഹിസ്റ്ററിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോൺ ടൂൾസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്ന സോഴ്സ്. അവരെ പറ്റി പഠിക്കാം. ആ സ്റ്റോൺ ടൂൾസിന്റെ ബേസിലാണ് പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് എന്ന് ആ ഒരു ടൈം പീരീഡിനെ തരംതിരിക്കാൻ പറ്റും. അടുത്ത് പ്രോട്ടോ ഹിസ്റ്ററി. അവിടെ ലിറ്റററി സോഴ്സ് അവൈലബിൾ ആയിരുന്നു, പക്ഷെ അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. പിന്നീട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ചാൽക്കോലിത്തിക് കൾച്ചറിന് ശേഷം അടുത്ത ഇന്ത്യയിൽ ഉണ്ടായ ഒരു ഏജ് ആണ് വേദിക് ഏജ്. വേദിക് ഏജിന്റെ പ്രത്യേകത അവിടെ ആര്യൻസ് വന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്ലസ് അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഏർലി വേദിക് ഏജ്, ഫസ്റ്റ് വേദമായ ഋഗ്വേദ ഏരിയയിലെ ടൈം പീരീഡിനെ ഏർലി വേദിക് ഏജ് എന്നും അടുത്തതിന് ലേറ്റർ വേദിക് ഏജ് എന്നും വിളിക്കാം. അവിടെ ബാക്കി 3 വേദാസ് എഴുതിയ ടൈം പീരീഡ് ആണ് ലേറ്റർ വേദിക് ഏജ്. അത് വേദിക് ഏജ് കഴിഞ്ഞു. ഇനി അടുത്തത് വേദിക് ഏജിന് ശേഷം 6th സെഞ്ചുറി BC ആയപ്പോഴത്തേക്കും 3 ഇമ്പോർട്ടന്റ് കാര്യം നടക്കാണ്. ജൈനിസം ഡെവലപ്പായി, ബുദ്ധിസം ഡെവലപ്പായി, അതുപോലെ 16 മഹാജനപദാസ് ഉയർന്നു വരുവാണ്. നോർത്ത് ഇന്ത്യ ഭാഗത്ത് 16 ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ഡെവലപ്പ് ആവുകയാണ്. എന്നിട്ട് ഈ 16 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് മഗധ എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മഹാജനപദയായിട്ട് എസ്റ്റാബ്ലിഷ് ആയി. അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് ആണ് അവരെ ആ ഒരു ഏരിയ ഭരിച്ചുകൊണ്ടിരുന്ന ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റീസ് ആണ് ഹരിയങ്ക ഡൈനാസ്റ്റി, പിന്നീട് ശിശുനാഗ, പിന്നീട് നന്ദ, അതിനുശേഷം മൗര്യാസ്. മൗര്യൻ വലിയൊരു എംപയർ ആയിരുന്നു. ഓൾമോസ്റ്റ് ഇന്ത്യയുടെ 3/4 ഓഫ് ദ ഭാഗവും എക്സെപ്റ്റ് കുറച്ച് സൗത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗം വെച്ചാൽ ബാക്കി ഫുൾ ഭാഗവും മൗര്യൻസിന്റെ അണ്ടർ കൺട്രോളിലായിരുന്നു. ഫുൾ അവരുടെ അണ്ടർ കൺട്രോളിലായിരുന്നു. ഇതേ സമയം സൗത്ത് ഇന്ത്യയിൽ സംഗം ഏജ് എന്നാ പറയാ. 3rd സെഞ്ചുറി BC to 3rd സെഞ്ചുറി AD വരെയുള്ള ടൈം പീരീഡിൽ സംഗം ഏജ് എന്നാ പറയാം. അവിടെ ഇമ്പോർട്ടന്റ് കിങ്ഡം ആയിരുന്നു ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ഓക്കെ, അടുത്തത് ഇവര് വന്നതിന് ശേഷം ഇനി ഈ സംഗം ഏജ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഒരു മിനിറ്റ്, അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് മൗര്യൻസ് അത്രയും സ്ട്രോങ് റൂളേഴ്സ് ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മൗര്യാസിന് എന്ത് പറ്റി? മൗര്യാസിന്റെ ശക്തി ക്ഷയിച്ചു. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് അവരുടെ തന്നെ ആശ്രിതന്മാരായിട്ടുള്ള ശുങ്കാസ്, കാൻവാസ് വന്ന് ഭരണം പിടിച്ചടക്കി. ഡെക്കാൻ റീജിയനിൽ ശതവാഹനാസ് വന്നു. വെസ്റ്റേൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് രാജാക്കന്മാർ വന്ന് ഭരിക്കാൻ തുടങ്ങി. ലൈക്ക് ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്തിയൻസ്, കുഷനാസ് ഒക്കെ. പിന്നെ സംഗമേജിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ സ്പ്ലിറ്റ് ആയി കിടന്ന നോർത്ത് ഇന്ത്യയിലെ പല രാജ്യങ്ങളെയും വീണ്ടും പൊട്ടിച്ചുകൊണ്ട് ആര് വരികയാണ്? ഗുപ്ത എംപയർ കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യ ഭാഗമൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് അവർ തന്നെ പിടിച്ചടക്കി ഒരേ ഒരു ഗുപ്ത എംപയറും ഭരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗുപ്ത എംപയറിനെയും ശക്തി ചോർന്ന് അവിടെയും സ്പ്ലിറ്റ് വരികയാണ്. അങ്ങനെ സെൻട്രൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ മൈത്രഗാസ്, മൗക്കാരി, പുഷ്യപൂതി, ലേക്ക് ഗുപ്താസ് ഒക്കെ വന്നു. അതിൽ നിന്ന് പുഷ്യപൂതി സെൻട്രൽ ഇന്ത്യയിൽ പ്രൊമിനന്റ് റൂളേഴ്സ് ആയിട്ട് ഡെവലപ്പായി. ബംഗാൾ റീജിയനിൽ അതേ സമയത്ത് പാല ഡൈനാസ്റ്റി വരികയാണ് സ്ട്രോങ് ആയിട്ട്. ഗുജറാത്ത് റീജിയനിൽ ഗുർജാര പ്രതിഹാരാസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഡെവലപ്പായി. ഓക്കെ, ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചേരാസ് ഉണ്ട്, പാണ്ഡ്യാസ് ഉണ്ട്. ആദ്യം പല്ലവാസ് ആയിരുന്നു, പിന്നീട് അവരെ പൊട്ടിച്ചുകൊണ്ട് ഇമ്പീരിയൽ ചോളാസ് വന്നു. നെക്സ്റ്റ് കർണാടക റീജിയനിൽ ആദ്യം ചാലൂക്യാസ് ആയിരുന്നു, പിന്നീട് അവരെ തോപ്പിച്ചുകൊണ്ട് ചാലൂക്യാസ് വന്നു. അപ്പൊ ഇത്രയായിരുന്നു പോസ്റ്റ് ഗുപ്ത ഫേസിലുണ്ടായിരുന്ന രാജ്യങ്ങൾ. ഇനി ഈ പുഷ്യപൂതി ഡൈനാസ്റ്റി സെൻട്രൽ ഇന്ത്യയിൽ വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരെ തോപ്പിച്ചുകൊണ്ട് അവര് കൈയടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കനൌജ് എന്ന പ്രദേശത്തിന് വേണ്ടിയിട്ട് 3 ഡൈനാസ്റ്റി പാലാസും ഗുർജാര പ്രതിഹാരാസും രാഷ്ട്രകൂടാസും വലിയൊരു തല്ലുണ്ടാക്കി. അതിനെയാണ് ട്രൈ പാർട്ടൈറ്റ് സ്ട്രഗിൾ. അതിനുശേഷം മെഡീവൽ ഇന്ത്യയുടെ തുടക്കമാണ്. അപ്പൊ ഇതുവരെയാണ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. എനിക്ക് തോന്നുന്നു ചെറിയ കുറച്ച് സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു പോയത്. ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ റെക്കോർഡിംഗ് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കോ, ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ട, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്ന് ഒന്നെങ്കിൽ കഥ പോലെ നോട്ടായിട്ട് എഴുതി ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. സോ ദാറ്റ് നമുക്ക് ഇനിയുള്ള ഓരോ കാര്യങ്ങൾ സ്പെസിഫിക് ആയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ഒരു ഓർഡർ വ്യക്തമായി കഴിഞ്ഞാൽ ഏൻഷ്യൻ ഹിസ്റ്ററി കുറച്ചുകൂടി സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ആദ്യം എല്ലാം തല കയറുന്നില്ല, കുഴപ്പമില്ല. പക്ഷെ നോട്ട് വ്യക്തമായിട്ട് ഒന്ന് നിങ്ങളുടെ രീതിയിൽ എഴുതാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.